നമസ്കാരം. വാർത്താ നേരം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം. കണ്ണൂരിൽ CPIMന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷമുള്ള അറസ്റ്റ് നടപടി ശരിയല്ലെന്ന് ശശി തരൂർ. ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമെന്ന് രമേശ് ചെന്നിത്തല. നർത്തകി സത്യഭാമയ്ക്കെതിരെ പരാതി നൽകുന്നതിൽ നിയമോപദേശം തേടിയെന്ന് RLV രാമകൃഷ്ണൻ. തനിക്കെതിരെ കലാമേഖലയിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും ആരോപണം. RLV രാമകൃഷ്ണന് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വേദി നൽകുമെന്ന് സുരേഷ് ഗോപി. സത്യഭാമയ്ക്കെതിരെ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇന്ന് കോഴിക്കോട് CPIMന്റെ നേതൃത്വത്തിൽ റാലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. റാലിയിലൂടെ ന്യൂനപക്ഷ വോട്ട് തട്ടാനുള്ള ശ്രമമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശമുയരുന്നു. മുന്നണികളുടെ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക്. ഇന്ന് ലോക ജലദിനം. ഇത്തവണത്തെ മുദ്രാവാക്യം ജലം സമാധാനത്തിന്, ജലസംരക്ഷണത്തിനായി കൈകോർത്ത് കേരള വിഷൻ ന്യൂസും. പുഷ്പക് RLV രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം വിജയകരം. ഇന്ത്യയുടെ ആദ്യ പുനരുപയോഗ വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണം കർണാടകയിലെ ചിത്രദുർഗയിൽ. പേടകം സ്വയം ദിശ മാറ്റി ലാൻഡ് ചെയ്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 17ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ ബംഗളൂരു പോരാട്ടം. മത്സരം രാത്രി 8 മണിക്ക് ചെപ്പോക്കിൽ.